അപ്പോൾ എന്തായാലും സീനത്തേച്ചി ഇനി നമുക്ക് കേൾക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഒരുപാട് ചിരിച്ച ഒരു ക്യാരക്ടറുണ്ട് ഗോഡ് ഫാദറിൽ അല്ലേ? അതായത് ചേച്ചിയുടെ കരിയറിൽ തന്നെ എപ്പോഴും മനസ്സിൽ ആളുകൾ ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു സിനിമ തന്നെയായിരിക്കും ഗോഡ് ഫാദർ. അപ്പോൾ ആ സിനിമയിലെ വിശേഷങ്ങളാണ് ഇന്ന് അറിയാനുള്ളത്. അതിനു മുമ്പ് നമുക്കൊരു വീഡിയോ കാണാം. ഓക്കെ, യെസ്. നീയൊക്കെയാണോടാ കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന വലിയ ആണുങ്ങള്? പെണ്ണിന്റെ ചൂടറിയാത്ത നീയൊക്കെ എവിടുത്തെ ആണുങ്ങളാടാ? ആണുങ്ങളാണെങ്കിൽ വാടാ, തൊട്ടു നോക്ക്. പെണ്ണിന്റെ ചൂടെന്താണെന്ന് കാണിച്ചു തരാം. വാടാ, ചൂടാണെങ്കിൽ വാടാ പട്ടികളെ. ഒരു നല്ലൊരു ഒരു ക്യാരക്ടർ അല്ലേ? അതായത് സീനേ ഉള്ളൂ, ഒരു സീനേ ഉള്ളൂ, പക്ഷെ ആ സിനിമയുടെ ഒരു ഹൈലൈറ്റ് പോർഷൻ ആണ്. ഇവരെല്ലാരും വരുന്നു, ആൻഡ് ചേച്ചിയാണ് ഫുൾ ഡയലോഗ് പറയുന്നതും കട്ടയ്ക്ക് നിന്ന് പെർഫോം ചെയ്യുന്ന ഒക്കെ. ഈ റോള് എനിക്ക് ആദ്യം വന്നപ്പോ ഇങ്ങനെ ഇതൊരു പയ്യനെ പിടിച്ച് കൊണ്ടുപോയിട്ട് കെട്ടി അവിടെ നിർത്തുന്നതാ. ഈ സ്ത്രീ ഒരു കടപ്പുറത്തുള്ള ഒരു കാർത്തികനി എന്ന സ്ത്രീ അവിടുത്തെ ഏതോ ഒരാളുടെ പയ്യനെ പിടിച്ച് പിന്നെ പുറത്തു വിടാൻ നിൽക്കുന്ന ഒരു കഥാപാത്രം. ഇത് ഞാനന്ന് വളരെ ചെറുപ്പമാണ്, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു റോള്. അന്നൊന്നും നമ്മൾ സിനിമയെ അത്ര സീരിയസ് ആയി കണ്ടിട്ടില്ല. നമ്മൾ നല്ല ഭംഗിയായിട്ടിരിക്കുക എന്നൊക്കെ വിചാരിക്കുകയാണ് സിനിമയിൽ ഇറങ്ങുമ്പോൾ. അങ്ങനെ ഒരു സമയമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ട് തന്നെ പറഞ്ഞു ഇതാണ്. ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ ചെയ്യില്ല, അങ്ങനത്തെ റോളൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞിടി സിദ്ദിഖ് സിനിമയാണ്, എന്തെങ്കിലും ഇല്ലാതെ അത് അവർ വിളിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ശരി പോയി നോക്കാം എന്ന് പറഞ്ഞു. പോയി മേക്കപ്പൊക്കെ ചെയ്ത് ഞാൻ പുറത്ത് വന്നപ്പോൾ സിദ്ദിഖ് ആദ്യമായിട്ട് തന്നെ അപ്പോഴാണ് കാണുന്നത്. അതിൻ്റെ മുന്നേ കണ്ടിട്ടില്ല, അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ വിളിച്ചൊന്ന് കാണാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ കണ്ടപ്പോൾ അയ്യോ പറ്റില്ല, ഈ റോളിനൊന്നും പറ്റില്ല, ഈ റോളിൽ ഇങ്ങനത്തെ അല്ല വേണ്ടത്. നല്ല തടിച്ച് പിന്നെ കുറച്ചും കൂടെ പ്രായവും തടിച്ച് കറുത്ത് നിൽക്കുന്ന അങ്ങനത്തെ ഒരു രൂപമാണ്. ഒരാളെ പിടിച്ചു വെച്ച് പറഞ്ഞാൽ വിശ്വസിക്കണ്ടേന്ന് ചോദിച്ചു. അപ്പം മണിയണ്ണൻ ഉണ്ടായിരുന്നു മേക്കപ്പ് മാൻ. സാറ് നമുക്കൊന്നുകൂടെ നോക്കാം, ആ മുടിയെ കഴിച്ചിട്ട് ഒന്ന് മുറുക്കിക്കാം. മുറുക്കി എന്ന് പറയാം. അയ്യോ ഇതാ അതിനേക്കാൾ അപകടമായി എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞാൽ ശരി നമുക്കൊരു ഡയലോഗ് എടുത്തു നോക്കാന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ഷോട്ട് ഇത് വന്ന ആ കട്ടി കൊണ്ട് വരുന്നത് തന്നെ സിദ്ദിഖിന് ഭയങ്കര ഇഷ്ടമായി. ആരാടാന്ന് ചോദിച്ചു. അതോടുകൂടി സിദ്ദിഖ് പറഞ്ഞ വേണ്ട നമുക്ക് ഇന്ന് ഷൂട്ടിങ് തുടങ്ങാം. പിന്നെ ഇവരൊക്കെ വരുന്നുണ്ടല്ലോ, ഇവര് വന്നിട്ട് പിന്നെ അടിക്കുന്ന ഷോട്ട് എടുക്കണം. അപ്പൊ ഈ അടിച്ചിട്ട് വീഴുന്ന സാധനം നമുക്ക് നാടകത്തിൽ അങ്ങനെ ഇല്ലല്ലോ. ഇല്ല. അപ്പൊ ഈ അടി ശരിക്കും പറഞ്ഞാൽ ഇതിലങ്ങനെ ശരിക്കും പോണം. ആ കറക്റ്റ് അല്ലെങ്കിൽ ടൈമിംഗ് അല്ലെങ്കിൽ മുഖത്ത് കൊള്ളുമല്ലോ. അപ്പൊ അടിച്ചിട്ട് പിന്നെ കമിഴ്ന്ന് വീഴണം. ഈ ഒരു ഷോട്ട് എടുക്കാൻ നിന്നപ്പോഴത്തേക്ക് ഈ വന്ന ആൾക്കാർ മുഴുവൻ എന്നെ ഡയറക്റ്റ് ചെയ്യാ. ഞാൻ പുതിയ ആളാണല്ലോ, ഈ പുതിയ ആൾക്കാർ വരുമ്പോ അഭിനയം പഠിപ്പിക്കാൻ ആഗ്രഹമാണ്. അതെ, അല്ല അഭിനയം പഠിപ്പിക്കുക ഇങ്ങനെ നമുക്ക് സിദ്ദിഖ് മാറിയിരുന്നു. കുറെ നേരം പാക്കപ്പ് പറഞ്ഞു. സാറ് ആ ഷോട്ട് ഇല്ലൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ എന്നെ വിളിച്ചിട്ട് അവിടെ ഡയറക്ടർമാരുടെ എണ്ണം കൂടുതലാ, നാളെ രാവിലെ എടുക്കാന്ന് പറഞ്ഞു. ഈ വീഴുന്ന ഷോട്ട് പിറ്റേന്ന് രാവിലെ എടുത്തത്. അന്ന് എടുത്തില്ല, പിറ്റേന്ന് രാവിലെ 5 മണിക്ക് വണ്ടി വിട്ടു. ഇവരും വരണ്ടേ? പക്ഷെ ഇല്ല, അടിച്ച് വീഴുന്നത് ഞാൻ വീഴുന്നത് മാത്രം. അടിച്ച് എങ്ങനെ വീഴണം എന്ന് പറയാൻ ഇവര്. അപ്പോ പിറ്റേന്ന് രാവിലെ എടുത്തു. ശരിയാ, നമ്മൾ വീണത് ക്ലോസ് ഷോട്ട് ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറ്റിച്ചാല് അത് പിന്നെ എനിക്കിത് കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് അത് ചെയ്തില്ലെങ്കിൽ ഞാൻ പോലും ആ സിനിമ കാണുമ്പോൾ കടപ്പുറം കാർത്തിയനെ വീണ്ടും ആ കടല് കാണിക്കുന്ന സമയത്തൊക്കെ അവിടെ എവിടെയോ ഉണ്ടെന്നില്ല തോന്നൽ എനിക്കും കൂടെ വരും. അതെ.